മുതൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇനി മുതൽ 4 നോമിനികളെ വരെ അവകാശികളായി ചേർക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ ഡിപ്പോസിറ്റ്, ആ പണം ആർക്ക് ലഭിക്കണമെന്ന് നാം നോമിനിയെ വെക്കാറുണ്ടല്ലോ. ഇതുവരെ ഒരു അക്കൗണ്ടിന് ഒരു നോമിനിയെ മാത്രമേ വെക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. പുതിയ മാറ്റം അനുസരിച്ച് നിങ്ങൾക്ക് 1 അല്ല 4 നോമിനികളെ വരെ നിങ്ങളുടെ അക്കൗണ്ടിൽ അവകാശികളായി ചേർക്കാൻ സാധിക്കും. ഇത് വളരെ പ്രയോജനകരമായ ഒരു മാറ്റമാണ്. രണ്ടാമത്തെ കാര്യം, GST രജിസ്ട്രേഷൻ ഇനി അതിവേഗത്തിൽ പൂർത്തിയാകുമെന്ന വാർത്തയാണ് വരുന്നത്. രണ്ടാമത്തെ മാറ്റം ബിസിനസ് ചെയ്യുന്നവരെയും പുതിയ സംരംഭകരെയും സംബന്ധിച്ചിട്ടുള്ളതാണ്. നിലവിൽ ഒരു GST രജിസ്ട്രേഷൻ എടുക്കാൻ 6 ദിവസം വരെയൊക്കെ സമയമെടുക്കാറുണ്ട്. എന്നാൽ നാളെ മുതൽ ഈ സംവിധാനം കൂടുതൽ വേഗത്തിലാവുകയാണ്. വെറും 3 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ GST രജിസ്ട്രേഷൻ നൽകാനുള്ള സംവിധാനമാണ് നിലവിൽ വരുന്നത്. പക്ഷേ 2 നിബന്ധനകൾ ശ്രദ്ധിക്കുക. ഇത് റിസ്ക് കുറഞ്ഞ അപേക്ഷകർക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക. പ്രതിമാസ GST ബാധ്യത 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ വേഗത്തിലുള്ള സേവനം ലഭിക്കുന്നത് തൽക്കാലത്തേക്ക്. ഇതോടൊപ്പം ഉൽപ്പന്നം വിൽക്കുമ്പോൾ കിട്ടുന്ന നികുതിയേക്കാൾ കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുമ്പോൾ നികുതി നൽകേണ്ടി വരുന്ന ഇൻവെർട്ടഡ് ഡ്യൂട്ടി ഘടന തിരുത്താനും നാളെ മുതൽ നടപടികൾ ആരംഭിക്കുന്നുണ്ടെന്ന് അറിയുന്നു. ഇനി മൂന്നാമത്തെ അറിയിപ്പ് കേരള ബാങ്ക് ഉപഭോക്താക്കളെ സംബന്ധിച്ചാണ്. നവംബർ 1 മുതൽ കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ RBIയുടെ പരാതി പരിഹാര സംവിധാനമായ ഓംബുഡ്സ്മാൻ സ്കീമിന് കീഴിൽ വരികയാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളും ഇതോടെ RBI ഓംബുഡ്സ്മാന് കീഴിലാകും. നിലവിൽ കേരള ബാങ്ക് പ്രവർത്തിക്കുന്നത് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമിന് കീഴിലാണ്. അതിനാണ് നാളെ മുതൽ മാറ്റം വരുന്നത്. അതായത് ഇനി മുതൽ കേരള ബാങ്ക് ഇടപാടുകാർക്കും പരാതികൾ അറിയിക്കാനുണ്ടെങ്കിൽ RBIയുടെ സംവിധാനത്തെ നേരിട്ട് സമീപിക്കാമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.